നമ്മുടെ എല്ലാ എക്സാമിനേഷൻസിനും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇന്ന് നമ്മൾ യുഎനിൽ ഇന്ത്യയുടെ സ്ഥാനത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ പോയിന്റ്സ് ആണ് മാക്സ് മനസ്സിലാക്കേണ്ടത് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പിട്ടത് ആരാണ്? ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടറിൽ ഒപ്പിട്ടത് രാമസ്വാമി മുതലിയാരാണ്. ഇന്ത്യക്ക് വേണ്ടി UN ചാർട്ടർ ഒപ്പിട്ടത് ആരാണ്? രാമസ്വാമി മുതലിയാർ. അടുത്ത പോയിന്റ്, യുഎനിൽ തുടർച്ച 8 മണിക്ക് പ്രസംഗിച്ച ഇന്ത്യക്കാരൻ. യുഎനിൽ തുടർച്ച 8 മണിക്ക് പ്രസംഗിച്ച ഇന്ത്യക്കാരാണ് VK കൃഷ്ണനാണ് 1957. ഇപ്പൊ യുഎനിൽ 8 മണിക്ക് തുടർച്ചയായി പ്രസംഗിച്ച ഇന്ത്യക്കാരനാണ് VK കൃഷ്ണൻ 1957. ഇനി UN സെക്രട്ടറി ജനറലായി മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യക്കാരൻ, UN സെക്രട്ടറി ജനറൽ മത്സരിച്ച് പരാജയപ്പെട്ട ഇന്ത്യക്കാരനാണ് ശശി തരൂർ. ഇനി UN അണ്ടർ സെക്രട്ടറി ആയ ആദ്യ ഇന്ത്യക്കാരൻ, UN അണ്ടർ സെക്രട്ടറി ആദ്യ ഇന്ത്യക്കാരനാണ് ശശി തരൂർ. യുഎനിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ചത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ഇനി യുഎനിൽ ആദ്യം മലയാളത്തിൽ പ്രസംഗിച്ച മാതാ അമൃതാനന്ദമയിയാണ്. അതുപോലെ തന്നെ 1966 യുഎനിൽ പാടാൻ അനുമതി ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞയാണെന്ന് വെച്ചാൽ MS സുബ്ബലക്ഷ്മിയാണ്. ഇനി UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റായി പ്രവർത്തിച്ചതാരാണ്? UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റായി പ്രവർത്തിച്ചത് രാമസ്വാമി മുതലിയാറാണ്. ഇനി യുഎനിലെ ജനറൽ അസംബ്ലി പ്രസിഡന്റായ 1953 യുഎനിലെ ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിതയായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. അപ്പൊ എന്തൊക്കെയാണ്? യുഎനിൽ ആദ്യം ഹിന്ദിയിൽ പ്രസംഗിച്ചത് അടൽ ബിഹാരി വാജ്പേയി, യുഎനിൽ ആദ്യം മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി, യുഎനിൽ 1966 പാടാൻ അനുമതി ലഭിച്ച ഇന്ത്യൻ സംഗീതജ്ഞനാണ് MS സുബ്ബലക്ഷ്മിയാണ്. ഇനി യുഎനിലെ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റായി പ്രവർത്തിച്ചത് രാമസ്വാമി മുതലിയാരാണ്. അതുപോലെ തന്നെ 1953 യുഎനിലെ ജനറൽ അസംബ്ലി പ്രസിഡന്റായി പ്രവർത്തിച്ച വനിത ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കരടിൽ മാറ്റം വരുത്താനുണ്ടാക്കിയ ഏത് ഇന്ത്യൻ വനിതയുടെ സ്വാധീനമാണ്? ഏത് ഇന്ത്യൻ വനിതയുടെ സ്വാധീന പ്രകാരമാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കരടിൽ മാറ്റം വരുത്തിയത്? ഹൻസ മേത്തയാണ് ഇന്ത്യൻ വനിത. അപ്പൊ എന്തൊക്കെ മനസ്സിലാക്കി? യുഎന്റെ ഇന്ത്യൻ സ്വാധീനത്തെ കുറിച്ച് മനസ്സിലാക്കി. UN ഇന്ത്യയുടെ സ്വാധീനത്തെ കുറിച്ച് മനസ്സിലാക്കിയ പോയിന്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? ഒന്നാമത് മനസ്സിലാക്കുക, യുഎനിലെ യുഎനിൽ ഒപ്പിട്ട വർഷം, UN